യാത്രകൾ പലതുണ്ട്, പക്ഷേ ചില യാത്രകൾ വഴികൾക്കപ്പുറം ഓർമ്മകളായി മാറും. ഇന്ന് ഞങ്ങൾ പുറപ്പെടുന്നത് അത്തരത്തിലൊരു യാത്രക്കാണ്. കുടുംബസമേതം ഏകദേശം 25ഓളം ആളുകൾ ചേർന്ന് നീലിമയും മഞ്ഞും കൂടിയ മലനാടുകളിലേക്ക് നടക്കുന്ന യാത്ര. ലക്ഷ്യം ഊട്ടി. സമയം 3 മണി. ചുറ്റും നിശബ്ദത. നഗരം ഉറങ്ങുമ്പോൾ യാത്രയുടെ ആവേശം മാത്രം ഞങ്ങൾക്കൊപ്പം ഉണർന്നിരിക്കുന്നു. വീട്ടിൽ നിന്നും പുറപ്പെട്ടു. ഏകദേശം 2 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ യാത്രക്കായി തയ്യാറാക്കിയ ഭക്ഷണം അവിടെ നിന്ന് പിക്ക് ചെയ്തു. അതിനുശേഷം വാക്കുകളില്ലാത്ത യാത്ര വീണ്ടും മുന്നോട്ട് നീങ്ങി. വണ്ടികൾ ഒരുമിച്ച്, കുടുംബങ്ങൾ ഒരുമിച്ച്, കുട്ടികളും മുതിർന്നവരും ചേർന്ന ആ യാത്രയിൽ വണ്ടിക്കുള്ളിൽ പാട്ടുകൾ, ചിരികൾ, ചെറിയ ഡാൻസുകൾ. യാത്ര ആരംഭിച്ച നിമിഷം മുതൽ സന്തോഷം ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. നഗരങ്ങൾ പതുക്കെ പിന്നിലായി. വഴികൾ മാറി. കാട് തുടങ്ങി. ചുരം കയറ്റങ്ങളും ഇറക്കങ്ങളും, മൂടൽമഞ്ഞ്, പതിയെ മലവഴികൾ. രാത്രി 3 മണി മുതൽ രാവിലെ 9 മണി വരെ ഒരു ദീർഘമായ യാത്ര. ശരീരത്തിൽ ക്ഷീണം ഉണ്ടായിരുന്നേക്കാം, പക്ഷേ മനസ്സ് അതിൽ നിറഞ്ഞിരിക്കുന്നത് യാത്രയുടെ ആനന്ദം മാത്രം. ആ യാത്രക്കിടയിലെ ഒരുപാട് ചെറിയ നിമിഷങ്ങൾ, വാക്കുകളില്ലാത്ത സംഭാഷണങ്ങൾ, ക്യാമറയിൽ പതിഞ്ഞ ചിരികൾ, ഇതെല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. സമയം രാവിലെ 6:15. ഫസ്റ്റ് പറഞ്ഞത് യാദൃശ്യമായി അല്ല. ഇതപ്പോ തിന്നാള് എല്ലാവരും തൊള്ളിയെ ചൂയിങ്ങാണല്ല. ചൂയിങ്ങ നിന്റെ തൊള്ളിയിൽ പുണ്ണാവും. എന്താ ഛർദിക്കണ്ട? ഇറങ്ങട്ടെ, വരട്ടെ. അവിടെ നിന്നോ. സമയം ഏകദേശം രാവിലെ 8 മണിയായപ്പോൾ ഫോറസ്റ്റ് പ്രദേശത്തിന്റെ പാതി വഴിയിൽ ഞങ്ങൾ വണ്ടി നിർത്തി. ചുറ്റും കാണുന്നത് നേരെ ഉയർന്നു നിൽക്കുന്ന യൂക്കാലിപ്സ് മരങ്ങളുടെ ഒരു മനോഹരമായ കാട്. യൂട്യൂബത്തെ വരുമാനം നിൽക്കുമ്പോ വരണമെന്ന്. എന്താണ് പോയി കഴിഞ്ഞാൽ എന്താ പറയുക,
തോന സാധനം കിട്ടും, തോന പത്തിരി കിട്ടും. യൂക്കാലിപ്സ് കാടുകളുടെ നടുവിൽ നിൽക്കുമ്പോൾ വായുവിൻ്റെ നിറഞ്ഞിരിക്കുന്ന ഒരു ലഘുവായ സുഗന്ധം മനസ്സിനെ ശാന്തമാക്കും. മലനാടുകളുടെ നിശബ്ദതയും ഈ മരങ്ങളുടെ ഉയരവും പ്രകൃതിയുടെ വലുപ്പം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയത്. പ്രകൃതിയുടെ നടുവിൽ കുടുംബസമേതം ഒരു ചെറിയ ഇടവേള. രാമനാണ്. ക്യാമറകൾ വീണ്ടും സജീവമായി. ഒരുപാട് ഫോട്ടോകൾ, ഒരുപാട് വീഡിയോ നിമിഷങ്ങൾ. ഓരോ ഫ്രെയിമിലും ഈ കാടിന്റെ ശാന്തത പതിഞ്ഞിരുന്നു. അതിനുശേഷം ഭക്ഷണം കഴിച്ച് യാത്ര വീണ്ടും തുടർന്നു. ലക്ഷ്യം യാത്രയുടെ പ്രധാന അനുഭവങ്ങളിൽ നിന്ന്. അടുത്ത യാത്ര പൈക്കര ബോട്ടിംഗ്. മനോഹരമായ ഒരു തടാകം. തടാകത്തിന്റെ ഇരുവശങ്ങളിലും പച്ച നിറഞ്ഞ കാടുകൾ. അവയ്ക്കിടയിലൂടെ സാവധാനം നീങ്ങുന്ന ഒരു ബോട്ട്. കുടുംബത്തോടൊപ്പം ശബ്ദങ്ങളില്ലാത്ത കാറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും ചെറിയ ശബ്ദങ്ങൾ മാത്രം കേട്ടുകൊണ്ട് നടന്ന ആ ബോട്ട് യാത്ര ഈ യാത്രയുടെ ആത്മാവായിരുന്നു അത്. ചില യാത്രകൾ ക്യാമറയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അവ മനസ്സിൽ പതിയും. കാലം കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും. ഇവിടെ ഈ മനോഹരമായ അനുഭവത്തോടെ ഇന്നത്തെ ഞങ്ങളുടെ ഊട്ടി യാത്രയുടെ ആദ്യ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇതിലും മനോഹരമായ കാഴ്ചകളുമായി ബോട്ട് യാത്ര ഉൾപ്പെടുത്തിയ അടുത്ത എപ്പിസോഡ് വൈകാതെ നിങ്ങളിലേക്കെത്തും. യാത്ര തുടരും, ഓർമ്മകളും.